നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ് ഭംഗിയുള്ള ശരീരം. ഭംഗിയുള്ള ശരീരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കിന്നിൻ്റെ കളറോ മുഖഭംഗിയോ ഒന്നുമല്ല. പറഞ്ഞു വരുന്നത് ഒരാരോഗ്യമുള്ള ശരീരത്തെ പറ്റിയാണ്. നമ്മളിൽ ചിലർ അമിതവണ്ണമുള്ളവരാണ്, ചിലർ തീരെ മെലിഞ്ഞവരും. ഉയരത്തിനനുസരിച്ച് ശരീരഭാരമില്ലെങ്കിൽ ആകാരഭംഗിയെ മാത്രമല്ല നിത്യജീവിതത്തെ തന്നെ അത് ബാധിച്ചേക്കാം. ഇന്ന് നമുക്ക് മെലിയുന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളെയും കുറിച്ച് നോക്കാം. ശരീരം മെലിഞ്ഞിരിക്കുന്നതിനാൽ പല ആളുകളും വിഷമിക്കാറുണ്ട്. ചില ആളുകൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് മെലിഞ്ഞിരിക്കും. എന്നാൽ ചിലർ എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വയ്ക്കാറില്ല. മെലിഞ്ഞിരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അയാൾ എന്തുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നു എന്നതാണ്. സാധാരണ 2 കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് മെലിച്ചിൽ ശരീരം ഉണ്ടാകും. ഒന്നാമതായി, പാരമ്പര്യമായിട്ട് മെലിഞ്ഞ ശരീരമുള്ളവരുണ്ടാകും. അമ്മ, അച്ഛൻ, കുടുംബത്തിലുള്ള മറ്റുള്ളവർ, അങ്ങനെ പലരും. മറ്റൊരു കാരണമാണ് വളർച്ചയുടെ സമയത്ത് ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം മെലിയുന്നു എന്നുള്ളത്. ഇങ്ങനെ തീരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള കുട്ടികൾക്ക് ഒരു പ്രായമാവുമ്പോഴേക്കും വണ്ണം വയ്ക്കുവാൻ വേണ്ടി ആവശ്യമല്ലാത്ത ജങ്ക് ഫുഡുകൾ, കോളകൾ തുടങ്ങി കണ്ടതെല്ലാം കൊടുക്കും. അവർ അതെല്ലാം കഴിക്കാറുമുണ്ട്. ഫലമായോ അവർക്ക് ആരോഗ്യമുള്ള ശരീരത്തിന് പകരം ആരോഗ്യമില്ലാത്ത കുടവയർ മാത്രം കിട്ടും. സൗജന്യമായി ഫാറ്റി ലിവർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാകും. ആദ്യമായി നമുക്ക് ഉയരത്തിനനുസരിച്ചുള്ള ബോഡി വെയ്റ്റാണ് വേണ്ടത്. അതാണ് നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്. മസിലുകളുടെയും അസ്ഥികളുടെയും വളർച്ചയും പ്രോപ്പർ ആയാൽ മാത്രമേ നമ്മുടെ ബോഡി വെയ്റ്റും ബാലൻസ് ആവുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടിയെങ്കിൽ മാത്രമേ മസിലുകളുടെ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ. പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് ഞാൻ പറയുന്നത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടുള്ളതല്ല. ആഹാരത്തിൽ നിന്ന് വേണം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുവാൻ. നമ്മൾ കഴിക്കുന്ന പരിപ്പ്, പയർ, പാല് തുടങ്ങിയവയിൽ നിന്നും പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. പിന്നെ മുട്ട, മീൻ, ഇറച്ചി തുടങ്ങിയവയിൽ നിന്നും പ്രോട്ടീൻ ലഭിക്കും. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തൈറോയിഡ്, പ്രമേഹം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയ അസുഖമുള്ളവരാണ്. ഇങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിൽ കൂടി വണ്ണം വയ്ക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ അമിതമായി ശരീരക്ഷീണം കാണാറുണ്ട്. ലുക്കേറിയ അഥവാ വെള്ളപ്പോക്ക് തുടങ്ങിയ അസുഖമുണ്ടെങ്കിലും അത് ചികിത്സിച്ച് ഭേദമാക്കാതെ വേറൊരു മാർഗം സ്വീകരിച്ചാലും വണ്ണം കൂടാറില്ല. ആയുർവേദത്തിൽ ബ്രഹ്മണ ചികിത്സ, അതായത് വണ്ണം കൂടുന്നതിനുള്ള ചികിത്സ, രസായന ചികിത്സ ഒക്കെ വളരെ സാധാരണമായി ചെയ്തു വരുന്നു. ചവനപ്രാശം, അജമാംസ രസായനം, അശ്വഗന്ധാദി ലേഹ്യം, അശ്വഗന്ധാദി ലേഹ്യം, വിതാരിയാദി ലേഹ്യം, കൂഷ്മാണ്ഡ രസായനം, അമൃതപ്രാശ രസായനം, നാരസിംഹ രസായനം തുടങ്ങിയവയും, ദ്രാക്ഷാരിഷ്ടം, ദശമൂലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, ലോഹാസവം തുടങ്ങി ഒട്ടനവധി അരിഷ്ടങ്ങൾ, അശ്വഗന്ധാദി ചൂർണം, ധാരാളം ഘൃതങ്ങൾ ഒക്കെ ശരീരാവസ്ഥയ്ക്കനുസരിച്ച് നിർദ്ദേശിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് വണ്ണം വയ്ക്കുന്നതിനായിട്ട്. അവ എന്തൊക്കെയെന്ന് നമുക്കിനി നോക്കാം. ആഹാരശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമുള്ളതാണ്. നമ്മുടെ ശരീരഭാരത്തിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ പ്രധാനമാണ്. പ്രഭാത ഭക്ഷണം തീർച്ചയായും ഒരു ശീലമാക്കണം. ഒരു ദിവസത്തെ ഊർജം മുഴുവനും ലഭിക്കുന്നത് പ്രാതലിലൂടെയാണ്. മാത്രമല്ല, ആഹാരത്തിന് കൃത്യമായ സമയവും പാലിക്കണം. വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ഭക്ഷണത്തിനിടയിലും 2.5 മുതൽ 3 മണിക്കൂർ ഇടവേളയേ പാടുള്ളൂ. ഒരിക്കലും 5 മണിക്കൂറിൽ കൂടുതൽ ഇടവേള വരരുത്. ഏത്തപ്പഴം പോലെയുള്ള ഊർജം കൂടിയ പഴങ്ങൾ വണ്ണം വയ്ക്കുവാൻ ഏറ്റവും നല്ലതാണ്. ഏത്തപ്പഴവും പാലും കൂടി ചേർത്ത് ഷെയ്ക്കായോ ഏത്തപ്പഴം നെയ്യിൽ വഴറ്റിയോ ഒക്കെ കഴിക്കാം. അന്നജം ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ധാന്യങ്ങൾ എന്നിവ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഓരോ ദിവസവും കഴിക്കുന്ന ചോറിൻ്റെ അളവിൽ ചെറിയ മാറ്റം വരുത്തുക. ചോറിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക. ഉലുവ, ഞവരയരി, തേങ്ങ, ശർക്കര ഇവയൊക്കെ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞി, ചെറുപയർ കഞ്ഞി തുടങ്ങിയവയും കഴിക്കുന്നത് നല്ലതാണ്. ശരീരം പുഷ്ടിപ്പെടുത്തുവാൻ ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാലുകൂട്ടി പതിവായി സേവിക്കുന്നത് വളരെ ഫലപ്രദമാണ്.
ബദാം, കശുവണ്ടി തുടങ്ങിയവ അരച്ച് പാലിൽ ചേർത്ത് കുടിക്കുന്നതും വെയിറ്റ് കൂടാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് നന്നായി ഫലം ചെയ്യും. പാല് കാച്ചി കുടിക്കുക. ഇന്ദുപ്പും വെണ്ണയും ചേർത്ത് രാത്രി ആഹാരം കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായി തടി വയ്ക്കും. വിഷ്ണുക്രാന്തി ചതച്ചിട്ട് പാല് കാച്ചി കുടിക്കുന്നതും വളരെ ഫലപ്രദമാണ്. നിലക്കടല ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ, വെണ്ണ, നെയ്യ്, ചീസ്, പനീർ തുടങ്ങി പാലുൽപ്പന്നങ്ങളും തടി കൂട്ടുന്നതിനായി കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം. ആഹാരത്തിനോടൊപ്പം മിതമായ വ്യായാമവും മെലിഞ്ഞവർക്ക് അത്യാവശ്യമാണ്. ആഹാരത്തിൻ്റെ മെറ്റബോളിസം കൂട്ടുവാനും ദഹനം നടക്കുവാനുമൊക്കെ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ വിഷയത്തെപ്പറ്റി പറയുവാൻ ധാരാളം പേർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇന്നിത് തിരഞ്ഞെടുത്തത്. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.